യുവനടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ സംസാരിച്ചതിന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി. മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നാണ് ഭീഷണി സന്ദേശം. വിദേശത്ത് നിന്നടക്കം നിരവധി ഭീഷണി കോളുകൾ വന്നെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. വിവരങ്ങളുമായി സൈഫുന്നീസയാണ് ചേരുന്നത്. സൈഫുന്നീസ, ഈ ഒരു കേസിന്റെ വിധിയൊക്കെ വന്നതിന് ശേഷവും അതിജീവിതയ്ക്കൊപ്പം തന്നെ നിലകൊള്ളുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. പലതരത്തിൽ അവർ അത്തരത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ അവർക്കെതിരെ ഭീഷണി വരുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നുമാണ് വരുന്നത്? ഏതു തരത്തിലാണ് ഭീഷണി? ഭാഗ്യലക്ഷ്മിക്ക് ഇന്ന് രാവിലെയാണ് ഈ ഭീഷണി കോൾ വന്നത്. ഇതിനെതിരെ സംസാരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഫോൺ എടുത്ത ഉടനെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ അസഭ്യം പറയുകയും ചെയ്തത്. അതിനുശേഷം ദിലീപിനെതിരെ ഇനിയും സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആസിഡ് ഒഴിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മുഖത്ത് ആസിഡ് ഒഴിച്ചോളൂ എന്ന് ഭാഗ്യലക്ഷ്മി മറുപടി നൽകി. തുടർന്ന് ഈ ഫോൺ കോൾ കട്ട് ചെയ്ത് ഇയാൾ പോവുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ വിദേശത്തു നിന്നുള്ള ചില കോളുകളും ഇതിന് പിന്നാലെ തന്നെ വന്നു. അത് സ്പാം കോളുകളാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഫോൺ എടുത്ത ഉടനെ ദിലീപിനെ കുറിച്ച് സംസാരിക്കുമെന്ന് ചോദിച്ചായിരുന്നു ആദ്യത്തെ ആൾ ഭീഷണിപ്പെടുത്തിയത്. ദിലീപ് പണം നൽകുന്നവരാണ് ഈ ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് താൻ സംശയിക്കുന്നതെന്നും ലക്ഷ്മി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അതിജീവിതയ്ക്കൊപ്പം ഇതിന്റെ തുടക്കകാലം മുതൽ നടിയെ ആക്രമിച്ച കേസിന്റെ തുടക്ക സമയം മുതൽ അതിജീവിതയ്ക്കൊപ്പം സ്ട്രോങ് ആയി നിൽക്കുകയും ഒപ്പം തന്നെ ദിലീപിനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി. പലപ്പോഴായി ഭീഷണി ഉണ്ട് എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. പക്ഷേ ഈ വിധി പുറത്തു വന്ന ശേഷവും ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ തുറന്നു സംസാരിക്കുകയും പലയിടങ്ങളിലും ഇത് ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ഭാഗ്യലക്ഷ്മി. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശവും ഭീഷണി കോളുകളും വരുന്നത്.